വിത്തുകളഴിയും നിലങ്ങളെ കതിരായി വിളയാൻ ഫലമായി നിറയാൻ തിരുവചനം വിതച്ചിടാൻ ഹൃദയ നിലങ്ങൾ ഒരുക്കിടാം. വയലേലകളെ പുൽമേടുകളെ വിത്തുകളഴിയും നിലങ്ങളെ കതിരായി വിളയാൻ ഫലമായി നിറയാൻ തിരുവചനം വിതച്ചിടാൻ ഹൃദയ നിലങ്ങൾ ഒരുക്കിടാം. യേശുവിൻ സാക്ഷിയായി നേർവഴി കാട്ടുവാൻ ധീരരാക്കൂ പ്രേക്ഷിതരിവരെ നൂറുമേനി കൊയ്തെടുക്കാൻ. ധീരരാക്കൂ പ്രേക്ഷിതരിവരെ നൂറുമേനി കൊയ്തെടുക്കാൻ. വയലേലകളെ പുൽമേടുകളെ വിത്തുകളഴിയും നിലങ്ങളെ കതിരായി വിളയാൻ ഫലമായി നിറയാൻ തിരുവചനം വിതച്ചിടാൻ ഹൃദയ നിലങ്ങൾ ഒരുക്കിടാം. ആലംബഹീനരിൽ നിൻ രൂപം കാണുവാൻ നന്മ വിതച്ചിടാൻ മണ്ണിനെ വിണ്ണാക്കുവാൻ യേശുനാഥ കൃപകളേകി നിൻ പ്രസാദം നിറച്ചിടൂ. യേശുനാഥ കൃപകളേകി നിൻ പ്രസാദം നിറച്ചിടൂ. വയലേലകളെ പുൽമേടുകളെ വിത്തുകളഴിയും നിലങ്ങളെ കതിരായി വിളയാൻ ഫലമായി നിറയാൻ തിരുവചനം വിതച്ചിടാൻ ഹൃദയ നിലങ്ങൾ ഒരുക്കിടാൻ.
ചെയ്യുന്നത്. ഇവിടെ ദേവമാ ആശ്രമം ഹൈസ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളും 10ാം ക്ലാസ് വരെയുണ്ട്. അതുപോലെ തന്നെ ഡിസ്പെൻസറി ഉണ്ട്. അതുപോലെ സ്വയം സഹായതാ ഗ്രൂപ്പുകൾ, ബോർഡിങ്, ഇങ്ങനെയുള്ള മേഖലകളിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടുത്തെയുള്ള ആൾക്കാർ വിദ്യാഭ്യാസപരമായിട്ട് വളരെ പിന്നോക്കമാണ്. കാരണം അടുത്ത സ്കൂളുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. അതുപോലെ തന്നെ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടത്ര ശുശ്രൂഷിക്കുവാനുള്ള ആശുപത്രികളില്ല. അതുകൊണ്ട് ഡിസ്പെൻസറിയിലൂടെ ഇവർക്ക് വേണ്ടത്ര സേവനം ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവിടെയുള്ള ആൾക്കാരൊക്കെ വളരെ പാവപ്പെട്ടവരാണ്. പലപ്പോഴും അവരെ ചൂഷണം ചെയ്യുകയും അവരെ വിഷമിപ്പിക്കുകയും ചെയ്യുന്നവരെയൊക്കെ അവർക്ക് വേണ്ടത് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ട് സ്വയം സഹായത ഗ്രൂപ്പുകളിലൂടെ ഞങ്ങൾ പ്രത്യേകം പരിശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ നടത്താറുണ്ട്. പ്രാർത്ഥനാ സംഘങ്ങളിലൂടെ ഞങ്ങൾ പ്രാർത്ഥന നടത്തിയതിനു ശേഷം അവരുടെ ആവശ്യങ്ങൾ ചോദിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതിനുശേഷം അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം കൊടുത്ത് ഗവൺമെന്റിന്റെ യോജനകളും ഗവൺമെന്റിന്റെ പദ്ധതികളും മനസ്സിലാക്കി കൊടുക്കുകയും അവർക്ക് അതിനുവേണ്ട പ്രേരണകൾ നൽകുകയും അത് അവർക്ക് കിട്ടുവാൻ വേണ്ടി അവരെ കൊണ്ട് പരിശ്രമിപ്പിക്കുകയും അവരോടൊത്ത് സഹകരിക്കുകയും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവിടുത്തെ പിള്ളേരുടെയൊക്കെ പഠിത്തത്തിന് വേണ്ടിയിട്ട് 10ാം ക്ലാസ് വരെയുള്ള സ്കൂൾ നടത്തുന്നുണ്ട്. അതിൽ പാവപ്പെട്ട പിള്ളേർക്ക് ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് അവരെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ബോർഡിംഗ് ഉണ്ട്. ഇവിടെ 33 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അങ്ങനെ ഇവിടെയുള്ള എല്ലാവരുടെയും ഉദ്ധാരണത്തിന് വേണ്ടി സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഞങ്ങൾ ഈശോയുടെ ആ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങളുടെ ആ പ്രവർത്തനങ്ങൾ വിജയിക്കുവാനായിട്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ആവശ്യമുണ്ട്. വയലേലകളെ, പുൽമേടുകളെ, വിത്തുകളഴിയും നിലങ്ങളെ, കതിരായി വിളയാൻ ഫലമായി നിറയാൻ തിരുവചനം വിതച്ചിടാൻ ഹൃദയനിലങ്ങൾ ഒരുക്കിടാം. വയലേലകളെ, പുൽമേടുകളെ, വിത്തുകളഴിയും നിലങ്ങളെ, കതിരായി വിളയാൻ ഫലമായി നിറയാൻ തിരുവചനം വിതച്ചിടാൻ ഹൃദയനിലങ്ങൾ ഒരുക്കിടാം. ഇവിടെ വന്ന് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ പലപ്പോഴും പല പ്രശ്നങ്ങളും പലപ്പോഴും നാട്ടുകാർ തന്നെ സ്കൂളിനെതിരായിട്ടും പലപ്പോഴും പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം പ്രാർത്ഥനയിലൂടെയാണ് അതിനെ വിജയിക്കുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. എല്ലാവരും സ്കൂളിനെതിരായിട്ട് വളരെയധികം അപേക്ഷകളെല്ലാം എതിരായിട്ട് കൊടുക്കുകയും ഒക്കെ ചെയ്ത അവസരത്തിൽ ഏറ്റവും ഒടുവിൽ പ്രാർത്ഥനയിലൂടെയും ഇവിടെ മറ്റുള്ള കുറച്ചുപേരുടെ എല്ലാ സഹകരണത്തിലൂടെയും അതിനെ നമുക്ക് നേടുവാൻ സാധിച്ചു. അതുപോലെ രോഗികളായിരിക്കുന്ന പലപ്പോഴും അവർക്കൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയിലൂടെ ആ കുടുംബത്തിലുള്ളവർ വീണ്ടും ദേവാലയത്തിൽ വരുന്നതിനും പ്രാർത്ഥിക്കുന്നതിനൊക്കെ വളരെയധികം അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ വളരെ സന്തോഷകരമായ കാര്യങ്ങളാണ്. ഇനി ഇവർക്ക് ഓരോ ദിവസവും ദൈവത്തിന്റെ ആ സ്നേഹം പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നു എന്നറിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അതാണ് ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്.